മാഷിൻ്റെ സ്വന്തം അപ്പു. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 42. നന്ദൻ അപ്പുവിനെ മടിയിലേക്ക് പിടിച്ചിരുത്തി അവളുടെ വിരലുകൾ ഓരോന്നായി തഴുകി. അപ്പുവിനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. നമുക്കൊരു കുഞ്ഞുണ്ടായാൽ കുഞ്ഞപ്പുവിനോടുള്ള എൻ്റെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന് നിനക്ക് ഭയമുണ്ടോ അപ്പു? നന്ദൻ്റെ ചോദ്യം കേട്ടപ്പോൾ അപ്പു അവനെ മുഖമുയർത്തി നോക്കി. എനിക്ക് അവനോടുള്ള സ്നേഹം കുറഞ്ഞാലും നന്ദേട്ടൻ അവനോടുള്ള സ്നേഹം കുറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പു നന്ദൻ്റെ കഴുത്തിലേക്ക് അവളുടെ മുഖം ചേർത്ത് വെച്ചു. വൈകുന്നേരം അപ്പുവും നന്ദനും റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു. ഭാർഗവനും സൗദാമിനിയും അവരെ കാത്തുന്ന പോലെ താഴെ നിൽപ്പുണ്ടായിരുന്നു. ശരി മക്കളെ, പോയിട്ട് വാ. കുഞ്ഞിൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് ഭാർഗവൻ പറഞ്ഞു. ധൃതിയൊന്നും വേണ്ട, സമാധാനത്തിൽ മതി. അപ്പുവിൻ്റെ മുഖം ഇപ്പോഴും വീർത്ത് തന്നെ ഇരിക്കുകയാണ്. എന്നാലും അച്ഛനും അമ്മയും എന്നോടിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല. അപ്പു ഭാർഗവനെയും സൗദാമിനിയെയും മാറി മാറി നോക്കി. അതിന് ഞങ്ങൾ എന്ത് ചെയ്തെന്നാ മോള് പറയുന്നത്? എത്ര തവണ ഞാൻ പിന്നാലെ നടന്ന് ചോദിച്ചതാ നന്ദേട്ടൻ എവിടെയാ പോകുന്നതെന്ന് എന്നോടും കൂടി പറയാൻ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അത് ചെയ്തോ? അതിനിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്തിനാ? അവൻ നിന്നെയും കൂടെ കൊണ്ടുപോകുന്നില്ലേ? നിനക്ക് നേരിൽ കണ്ടു മനസ്സിലാക്കാമല്ലോ. ഇന്നലെ മുതൽ വീർപ്പിച്ച് വച്ചിരിക്കുകയാണ് ഈ മുഖം, നന്ദൻ കളിയാക്കി പറഞ്ഞു. എനിക്കെൻ്റെ ആകാംക്ഷ അടക്കാൻ കഴിയുന്നില്ല, അതല്ലേ ചോദിക്കുന്നത്. എന്തായാലും നിന്ന് സമയം കളയാതെ പോയിട്ട് വാ. ശരി അച്ഛാ, ഞങ്ങൾ ഇറങ്ങുന്നു. നന്ദൻ രണ്ടുപേരോടും യാത്ര പറഞ്ഞുകൊണ്ട് ബാഗും എടുത്ത് കാറിലേക്ക് വെച്ചു. അപ്പുവിനും കുഞ്ഞാപ്പുവിനും സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു. ഏകദേശം വെളുപ്പാങ്കാലത്തോടു കൂടി അവരൊരു റിസോർട്ടിൻ്റെ മുന്നിൽ വന്ന് നിന്നു. നന്ദൻ കുഞ്ഞാപ്പുവിനെ എടുത്ത് ലഗേജുമായി മുന്നിൽ നടന്നു. പിന്നാലെ തന്നെ അപ്പുവും. നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നതിനാൽ ഒന്നിനും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. റൂമിൽ കയറിയ ഉടനെ തന്നെ ചൂടുവെള്ളത്തിൽ രണ്ടുപേരും കുളിച്ച് ഫ്രഷായി. കുഞ്ഞാപ്പുവിനെ മേല് കഴുകി മാറ്റി നിർത്തി. നേരം പരപരാന്ന് വെളുക്കുന്നതേയുള്ളൂ. ആ സ്ഥലം കണ്ടപ്പോൾ അപ്പുവിന് മുൻപെവിടെയോ കണ്ട പരിചയം തോന്നി. ഗുഹാമുഖത്തും പരിസരത്തുമൊക്കെയായി ആൾക്കാരെ കണ്ടപ്പോൾ അവൾക്ക് ഉറപ്പായി പുനർജനി നൂഴൽ. പണ്ടൊരിക്കൽ നന്ദനോട് അപ്പു ആഗ്രഹം പറഞ്ഞിരുന്നു, നമ്മൾക്ക് വിവാഹശേഷം ഇവിടെ വരണമെന്ന്. പക്ഷേ സാഹചര്യം മാറിയപ്പോൾ ഭർത്താവുമൊത്ത് അപ്പു തീർച്ചയായും ഇവിടെ വരണമെന്നാണ് നന്ദൻ പറഞ്ഞത്. അതൊരിക്കലും സാധിച്ചില്ല. ആഗ്രഹിച്ച ആൾക്കൊപ്പം തന്നെ ഇവിടെ എത്താനും കഴിഞ്ഞു. അപ്പുവിന് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. അവൾ നന്ദൻ്റെ നേർക്ക് കൈകൂപ്പി നിന്നു. എന്താ അപ്പു, എന്താ നീ കാണിക്കുന്നത്? എന്തിനാ മാഷേ, എന്തിനാ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്? ഇതിനു വേണ്ടി പുണ്യം അപ്പു ചെയ്തിട്ടുണ്ടോ? അവൾ കരഞ്ഞുകൊണ്ട് നന്ദനോട് ചോദിച്ചു. ഞാനാണ് പുണ്യം ചെയ്തത്. നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ജന്മപാപങ്ങളൊഴിഞ്ഞ് പുതുജന്മ പുണ്യം നുകരാനായി പുനർജനി നൂഴാൻ നൂറുകണക്കിന് ഭക്തരാണ് എത്തുന്നത്. പാപങ്ങൾ ഒഴിഞ്ഞ പുനർജന്മ പുണ്യം നുകരാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ അപ്പുവും നന്ദനും പുനർജനി നൂഴൽ കഴിഞ്ഞ് വെളുപ്പിനോടുകൂടി വീടെത്തി. രണ്ടുപേരും സുഖ ഉറക്കമാണ്. രാവിലെ വളരെ വൈകിയാണ് അപ്പു താഴേക്ക് വന്നത്. നന്ദൻ ഇന്നും കൂടി സ്കൂളിൽ ലീവാണ്. അപ്പു താഴെ എത്തുമ്പോഴേക്കും കാപ്പിക്കും ചോറിനും ഉള്ളതെല്ലാം സൗദാമിനി ആക്കി കഴിഞ്ഞു. കുഞ്ഞാപ്പു ഉണർന്ന് താഴേക്ക് വന്നപ്പോൾ അച്ഛൻ അവനെയും കൊണ്ട് പുറത്തേക്ക് പോയി. അച്ഛനും അമ്മയും കുഞ്ഞാപ്പുവിനെയും ഒരുക്കി ഇറക്കി രാവിലെ എവിടേക്കോ പോകാനുള്ള പ്ലാനാണ്. മോൾ ഇനി അടുക്കളയിലൊന്നും കയറണ്ട, അമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ സുമിയെ കാണാൻ പോവുകയാണ്. കുഞ്ഞാപ്പുവിനെ കൂടി കൊണ്ടുപോകും. യാത്രയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ, കുറച്ച് റെസ്റ്റ് എടുക്ക്. 2 ദിവസമായി അമ്മ സുമിക്ക് കൊടുക്കുന്നതിനായി അച്ചപ്പവും ഉണ്ണിയപ്പവും മുറുക്കുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയും അച്ഛനും കുഞ്ഞും കൂടി 10 മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്നിറങ്ങി. കാറിൽ നിന്നിറങ്ങുന്ന ഭാർഗവനെയും സൗദാമിനിയെയും കുഞ്ഞാപ്പുവിനെയും കണ്ട് രഘു ഓടി മുറ്റത്തേക്ക് വന്നു. ഭാർഗവൻ്റെ കയ്യിലിരിക്കുന്ന ബാഗുകളൊക്കെ കയ്യിൽ വാങ്ങി മറുകൈയിൽ കുഞ്ഞാപ്പുവിനെയും എടുത്തുകൊണ്ട് നടന്നു. രാധയും സുമിയും ഉമ്മറത്തേക്ക് വന്നു. സുമിക്കിപ്പോൾ മാസം 5 അതിൻ്റെ ചെറിയ വയർ അവൾക്ക് കാണാനുമുണ്ട്. സൗദാമിനി സുമിയുടെ അടുത്തേക്ക് വന്നു. മോളെ കാണണമെന്ന് കുറച്ച് ദിവസമായി ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത്. അപ്പോൾ പിന്നെ ഈ കുറുമ്പനെയും കൊണ്ട് വന്നേക്കാന്ന് കരുതി.
മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ വന്നു. ഇവിടെ ഒന്നും കരുതി വെച്ചിട്ടില്ല. രാധ പറയുമ്പോൾ ധൃതിയൊന്നുമില്ല രാധേ. വൈകുന്നേരം കഴിഞ്ഞേ ഞങ്ങൾ പോകുന്നുള്ളൂ. ഞാനും കയറാം അടുക്കളയിൽ. സൗദാമിനി ഉത്സാഹത്തോടെ രാധയ്ക്കൊപ്പം അടുക്കളയിലേക്ക് പോയി. കുഞ്ഞാപ്പ് വന്ന പാടെ അനീഷിൻ്റെ കയ്യിലാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നന്ദൻ ഇല്ലെങ്കിൽ അവൻ അനീഷില്ലാതെ പറ്റില്ല. രഘുവും ഭാർഗവനും കൂടി ലോകകാര്യങ്ങളുടെ ചർച്ചയിലാണ്. ഇടയ്ക്ക് അനീഷ് കുഞ്ഞുമായി പുറത്തേക്ക് പോകുന്നത് കണ്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കയ്യിൽ 1-2 പാക്കറ്റുമായി കയറി വന്നു. ബാഗ് നേരെ അടുക്കളയിൽ കൊണ്ട് സുമിയെ ഏൽപ്പിച്ചു. സുമി അതിൽ നിന്നും ചിക്കനും മീനും ഒക്കെ പുറത്തേക്കെടുത്തു. സൗദാമിനിയും രാധയും കൂടി ചേർന്ന് ചിക്കനും മീനും വൃത്തിയാക്കാൻ തുടങ്ങി. സുമിയാണെങ്കിൽ സവാള തൊലിക്കാനും വെളുത്തുള്ളി വൃത്തിയാക്കലും ഒക്കെയായി കൂടെ കൂടി. അപ്പു കുളിച്ച് ഫ്രഷായി. നന്ദൻ ഇതുവരെയായി എഴുന്നേറ്റിട്ടില്ല. വിളിക്കാൻ വേണ്ടി മുകളിലേക്ക് ചെല്ലുമ്പോൾ അതാ ഫ്രഷായി ഇറങ്ങി വരുന്നു. ഞാൻ കരുതി മാഷ് ഉണർന്നിട്ടില്ലെന്ന്. വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും മാഷ് കുളിയും കഴിഞ്ഞോ? പുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവൾ സ്റ്റെപ്പിന് താഴെയായി നിന്നു. അച്ഛനും അമ്മയും കുഞ്ഞാപ്പുവും സുമിയെ കാണാൻ പോയിരിക്കുകയാണ്. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ചിരിയോടുകൂടി നന്ദനത് പറയുമ്പോൾ അപ്പു ചുവന്ന ചെമ്പരത്തിയെ പോലെയായി. എൻ്റെ അപ്പൂട്ടാ, നീ ഇങ്ങനെ ചുവന്ന് എൻ്റെ മുന്നിൽ നിന്നാൽ. നന്ദൻ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നു. താഴെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് നന്ദൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു. വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷ്ണു. എടാ, നീയും ഇന്ന് ലീവാണോ? ഞാനും ഇന്ന് പോയില്ല. ലക്ഷ്മിയെ കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. എന്താടാ അവൾക്ക് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. പതിവ് ചെക്കപ്പിനായി കൊണ്ടുപോയതാണ്. നിനക്ക് സിമിയും അനീഷും കാണിച്ച ആ ഡോക്ടറെ കാണിക്കാൻ പാടില്ലേ? നന്ദൻ വിഷ്ണുവിനോട് ചോദിച്ചു. ആ, അത് നിന്നോട് പറയാൻ മറന്നു. ഇപ്പോൾ 3 മാസമായി അവരെ തന്നെയാണ് കാണിക്കുന്നത്. പ്രതീക്ഷ കൈവിടാതെ എന്നാണ് ഡോക്ടർ പറയുന്നത്. 2 പേർക്കും പ്രശ്നമൊന്നുമില്ലാത്ത സ്ഥിതിക്ക്. അതുപോട്ടെ, എവിടെയാ അച്ഛനും അമ്മയും? അച്ഛനും അമ്മയും കൂടി മോനെയും കൊണ്ട് സുമിയെ കാണാൻ പോയേക്കുവാണ്. ഇത്ര രാവിലെ പോയോ? വിഷ്ണു അതിശയത്തോടു ചോദിച്ചു. അപ്പോഴേക്കും അപ്പു വിഷ്ണുവിനുള്ള ചായയുമായി വന്നു. ചായ കൂടി കഴിഞ്ഞതും വിഷ്ണു പോകാനായി എഴുന്നേറ്റു. ഇരിക്കടാ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നീട് പോകാം. ലക്ഷ്മി ഇന്ന് വീട്ടിലുണ്ട്. അതുകൊണ്ട് ഭക്ഷണം വേറെ ഒരിടത്തു നിന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ ചെല്ലുന്നത് വരെ കാത്തിരിക്കും. എന്നാൽ ശരി. വിഷ്ണു യാത്ര പറഞ്ഞിറങ്ങി. വിഷ്ണു പോയതും നന്ദൻ ഡോർ ലോക്ക് ചെയ്തു. അപ്പുവിനെ കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് പോയി. അവളെ ബെഡിൽ കിടത്തി നന്ദൻ ഡോറ് കുറ്റിയിട്ടു. ഇട്ടിരുന്ന ടീഷർട്ട് ഊരി മാറ്റി അപ്പുവിനടുത്തേക്ക് വന്നു. അപ്പു 2 കൈകൊണ്ട് മുഖം പൊതിഞ്ഞു പിടിച്ചു. അയ്യേ, എൻ്റെ അപ്പുവിന് നാണമാണോ? നന്ദൻ അപ്പുവിനെ വലിച്ച് മാറിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിലും കണ്ണിലും ചുണ്ടിലും കവിളുകളിലും ചുംബിച്ചു. നന്ദൻ്റെ ചുണ്ടുകൾ അപ്പുവിൻ്റെ ചുണ്ടുകളിലേക്ക് വന്നു. അപ്പു കണ്ണുകൾ അടച്ചു പിടിച്ചു. നന്ദൻ അപ്പുവിൻ്റെ ചുണ്ടുകളിൽ ചുംബിച്ചു മതിവരാത്തതുപോലെ വീണ്ടും വീണ്ടും അവളുടെ ചുണ്ടുകൾ നുകർന്നുകൊണ്ടേയിരുന്നു. അപ്പുവിൻ്റെ വിരലുകൾ അവൻ്റെ മുടിയിലകളിൽ തഴുകി. ഇരുവരുടെയും ചുണ്ടും നാവും ചേർന്ന് പ്രണയത്തിൻ്റെ പുതിയ കഥകൾ രചിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ ഊർന്നിറങ്ങി. അപ്പുവിൻ്റെ പിൻകഴുത്തിലെ മുടി വകഞ്ഞു മാറ്റി നന്ദൻ ചുംബിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ ചെവികളിൽ അവൻ്റെ ചുണ്ട് പതിഞ്ഞു. നന്ദൻ്റെ ചുടുനിശ്വാസം അപ്പുവിനെ കോരിത്തരിപ്പിച്ചു. അപ്പുവിൻ്റെ ശംഖുപോലുള്ള കഴുത്തിൽ നന്ദൻ ചുംബിച്ചു മാറി. കഴുത്തിലൂടെ ഒഴുകിയിറങ്ങിയ ആ ചുംബനം അവളുടെ മാർദ്ദവങ്ങളിൽ ഉടക്കി. അപ്പുവിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ശീൽക്കാരങ്ങൾ ഉടലെടുത്തു. അവൻ്റെ മുടിയിഴകളിൽ അവൾ ശക്തിയായി പിടിച്ചുലച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഓർമ്മകളിൽ. ഒരു വേള അപ്പു തളർന്നു പോയി. നന്ദൻ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ തോറ്റുപോകും നന്ദേട്ടാ. അവൾ വിതുമ്പിപ്പോയി. ഇല്ല മോളെ, നന്ദേട്ടൻ കൂടെയില്ലേ? നന്ദൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നും ഊർന്നിറങ്ങിയ കണ്ണുനീർ തുള്ളികളെ നന്ദൻ്റെ ചുണ്ടുകൾ ഒപ്പിയെടുത്തു. നിന്റെ കണ്ണുനീർ പോലും എനിക്ക് സ്വന്തമാണപ്പൂ. വീണ്ടും വീണ്ടും അവളെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും അവൻ്റെ ചുണ്ടുകൾ ചുംബിച്ചുണർത്തി. രതിയുടെ പുതിയ മേച്ചിൻപുറങ്ങളിലേക്ക് നന്ദൻ അവളെയും കൊണ്ട് പാറി നടന്നു. ഇതുവരെ അനുഭവിക്കാത്ത പുതിയ അനുഭൂതികൾ അവൻ അവൾക്കായി പകർന്നു നൽകി. തോൽക്കുമെന്ന് അപ്പു വിചാരിച്ചിടത്തെല്ലാം നന്ദൻ അവളെ വിജയിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഉരകങ്ങളെപ്പോലെ നന്ദൻ അവളെ തൻ്റേതാക്കി മാറ്റി. അവളെ പൂർണ്ണതയിലെത്തിച്ച് അവളുടെ വിയർപ്പ് തുള്ളികൾ പോലും അവൻ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ തളർച്ചയോടുകൂടി ഇരുവരും ഒരു പുതപ്പിനുള്ളിൽ അപ്പുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലേക്ക് പടർന്ന സിന്ദൂര ചുവപ്പിൽ
നന്ദൻ അമർത്തി ഉമ്മ വെച്ചു. അപ്പു അവനു വേണ്ടി പ്രണയത്തോടെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ഇതിപ്പോൾ അപ്പു ജയിച്ചു നിൽക്കുവാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഓരോ റൗണ്ട് കൂടി പോയാലോ? നന്ദൻ അവളുടെ മുഖത്തേക്ക് നോക്കി കള്ളച്ചിരിയോടുകൂടി ചോദിച്ചു. അപ്പുവിന് പെയിൻ തുടങ്ങിയപ്പോൾ തന്നെ ഭാർഗവൻ വിളിച്ചതനുസരിച്ച് വിഷ്ണുവും അനീഷും എത്തി. അപ്പുവിനെയും എടുത്ത് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവർക്ക് പിന്നാലെ സൗദാമിനിയും ഭാർഗവനും കുഞ്ഞാപ്പുവും കൂടി മറ്റൊരു കാറിലും. അപ്പുവിനിത് 9ാം മാസമാണ്. ഏതു നേരവും വേദന വരാമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സൗദാമിനി എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. നന്ദൻ സ്കൂളിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിൻ്റെ ഒപ്പം തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. നല്ലവണ്ണം ഒഴിയാൻ നോക്കിയെങ്കിലും അവർ കൂടെ ചെന്നാൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് പ്രിൻസിപ്പൽ ഒറ്റ കാലിൽ നിന്നു. അതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടു കൂടിയാണ് നന്ദൻ പോയത്. അപ്പുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് അറിയിച്ച ഉടനെ തന്നെ നന്ദൻ പുറപ്പെട്ടു. ആകെ വെപ്രാളത്തോടു കൂടിയാണ് അവൻ ഓരോ നിമിഷവും ചെലവാക്കിയത്. എൻ്റെ പൊന്നു മാഷേ, നിങ്ങളിങ്ങനെ ആയാലോ? പ്രസവിക്കുന്നത് പെണ്ണുങ്ങളല്ലേ? നിങ്ങൾ ഇവിടെ ഇരുന്ന് വെപ്രാളപ്പെട്ടാൽ എന്തെങ്കിലും കാര്യം നടക്കുമോ? പ്രിൻസിപ്പലിൻ്റെ ചോദ്യം കേട്ടപ്പോൾ നന്ദൻ അതിന് മറുപടിയായി അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി. നന്ദൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് തന്നെ അയാൾ പിന്നീടൊന്നും മിണ്ടാൻ വന്നില്ല. അപ്പുവിന് കല്ലശലായ പെയിൻ തുടങ്ങി. പക്ഷേ സുഖപ്രസവം നടക്കുന്നില്ല. ഡോക്ടർ ആവുന്നത് നോക്കി. ഒടുവിൽ നടക്കില്ലെന്ന് കണ്ടതും സിസേറിയന് വേണ്ടി സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. നന്ദൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് അനീഷാണ് സൈൻ ചെയ്തത്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നന്ദൻ ഹോസ്പിറ്റലിലെത്തി. കാറിൽ നിന്ന് ഇറങ്ങിയവൻ ഓടുകയായിരുന്നു. ലേബർ റൂമിൻ്റെ വാതിൽ തുറന്ന് സിസ്റ്റർ കുഞ്ഞുമായി ഇറങ്ങിയതും നന്ദൻ മുന്നിൽ വന്ന് നിന്നതും ഒന്നിച്ചായിരുന്നു. സൗദാമിനിയുടെ നേരിയതിൽ മുഖം അമർത്തി തുടച്ചുകൊണ്ട് നന്ദൻ തൻ്റെ കുഞ്ഞിനെ കൈകളിലേക്ക് വാങ്ങി. മോളാണ്. അപർണയെ ബോധം വന്നാൽ ഉടനെ റൂമിലേക്ക് മാറ്റും. നന്ദൻ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ കുഞ്ഞ് കവിളിൽ ചുംബിച്ചു. കുഞ്ഞാപ്പൂവിൻ്റെ മുഖത്തേക്ക് കുഞ്ഞിനെ അടുപ്പിച്ചു. കുഞ്ഞാപ്പൂ കുഞ്ഞിൻ്റെ കവിളിൽ ഉമ്മ വച്ചു. കുഞ്ഞാപ്പൂവിൻ്റെ വാവയാണല്ലേ അച്ഛേ? പിന്നല്ലാതെ, എൻ്റെ കുഞ്ഞാപ്പൂവിൻ്റെ വാവ തന്നെയാണ്. നന്ദൻ ഒരു കൈകൊണ്ട് കുഞ്ഞാപ്പൂവിനെ ചേർത്ത് പിടിച്ച് അവൻ്റെ കവിളിൽ മുത്തി. എല്ലാവരും കുഞ്ഞിനെ മാറി മാറി എടുത്തു. സിസ്റ്റർ വന്ന് കുഞ്ഞിനെ വാങ്ങി അകത്തേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം അപ്പുവിനെ റൂമിലേക്ക് മാറ്റി. നന്ദൻ കുഞ്ഞാപ്പൂവിനെയും എടുത്തുകൊണ്ട് അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ നെറ്റിയിൽ ഇരുവരും ചേർന്ന് ചുംബിച്ചു. നന്ദൻ ഒരു കൈയിൽ കുഞ്ഞിപ്പെണ്ണിനെയും എടുത്തു വെച്ചു. 4 പേരും കൂടിയുള്ള അതിമനോഹരമായ ഒരു കൂടിച്ചേരൽ. ആദ്യ പ്രസവം നോക്കുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരുടെ അവകാശമാണെന്നൊക്കെ പറയുമെങ്കിലും അപ്പുവിനെ അവളുടെ വീട്ടിലേക്ക് വിടാൻ സൗദാമിനി ഒരുക്കമല്ലായിരുന്നു. എനിക്ക് പെൺമക്കളില്ല, അതുകൊണ്ട് എൻ്റെ മോളുടെ പ്രസവം ഞാൻ തന്നെ നോക്കും. അതിനുവേണ്ടി ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എനിക്ക് തന്നെ എല്ലാം ചെയ്യണമെന്ന ഒരേ വാശിയായിരുന്നു അവർക്ക്. അത്രമാത്രം സ്നേഹമായിരുന്നു ആ അമ്മയും മകളും തമ്മിൽ. ഒരു കുഞ്ഞു മുണ്ടും സ്കൈ ബ്ലൂ ഷർട്ടുമിട്ട് വലിയ കാരണവന്മാരെ പോലെ നടക്കുകയാണ് കുഞ്ഞാപ്പൂ. എവിടെയാണ് നിൻ്റെ അച്ഛനും അമ്മയും? എത്ര നേരമായി വിളിക്കുന്നു? വിഷ്ണു കുഞ്ഞാപ്പൂവിൻ്റെ പുറകിൽ തന്നെയുണ്ട്. കാരണം എപ്പോഴാണ് അവൻ കുസൃതി കാണിക്കുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കുഞ്ഞിപ്പെണ്ണ് വന്നെങ്കിലും ഇപ്പോഴും എല്ലാവരുടെയും ഓമന കുഞ്ഞാപ്പൂ തന്നെയാണ്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും കയ്യിൽ ഒരു പൊതിയുമായി നന്ദൻ വന്നു. അവൻ്റെ വേഷവും സ്കൈ ബ്ലൂ ഷർട്ടും മുണ്ടുമാണ്. വിഷ്ണു നേരെ നന്ദനടുത്തേക്ക് വന്നു. ഇതിപ്പോൾ കല്യാണ വീട് പോയല്ലേ ആയല്ലോടാ, എല്ലാവരും ഒരേ ഡ്രസ് കോഡ്. എന്തിനാടാ വിഷ്ണു ലക്ഷ്മി എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത്? നിനക്ക് ഈ ഒരു സംഭവമായപ്പോഴേക്കും ഇങ്ങനെ. അപ്പോൾ ദിവസവുമുള്ള എൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. വേണമടാ, പെങ്ങന്മാരുണ്ടായാൽ ഇങ്ങനെ തന്നെ വേണം. അളിയ, അപ്പു അവിടെ കിടന്ന് തൊള്ള പൊട്ടിക്കുന്നു. അളിയൻ അവൾക്ക് പറഞ്ഞ സാധനം എന്തോ വാങ്ങിയില്ലെന്ന്. എൻ്റെ അനീഷേ, അവൾ പറഞ്ഞ ഒരു ചെമട് പൂവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നീ ഇതൊന്നു കൊണ്ട് അവൾക്ക് കൊടുക്ക്, എന്നിട്ട് വേഗം റെഡിയാവാൻ പറ. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. എങ്കിൽ ഇനി അവളുടെ വായിലിരിക്കുന്ന ബാക്കി ഞാൻ കേൾക്കേണ്ടി വരും. സിമിയുടെ കയ്യിൽ കൊടുത്തു വിടാം. അപ്പോഴേക്കും രഘു കുഞ്ഞുമായി അവിടേക്ക് വന്നു. കുഞ്ഞിനെ അനീഷിനെ ഏൽപ്പിച്ചുകൊണ്ട് അവൾ ഉടുത്തിരിക്കുന്ന പട്ടുപ്പാവാടയും അതേ സ്കൈ ബ്ലൂ നിറം. അനീഷിൻ്റെയും സിമിയുടെയും മകളാണ് വിഭജിക. ഭാർഗവൻ കുഞ്ഞാപ്പൂവുമായി വന്നു. എൻ്റെ നന്ദ, നീ ഇവനെ ഒന്ന് പിടിക്ക്. സൗദാമിനിയെ ഇടം വനം തിരിയാൻ നിൻ്റെ മോൻ സമ്മതിക്കുന്നില്ല. നേരമായടാ, അപ്പുവിനോട് പെട്ടെന്ന് വരാൻ പറയ്. ഭാർഗവൻ അത് പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. എൻ്റെ പൊന്നു ലക്ഷ്മി,
നീ ഈ വയറും വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? എനിക്ക് പേടിയാവുന്നു നിന്റെ നടപ്പ് കാണുമ്പോൾ. വിഷ്ണു ഇടുപ്പിൽ കൈയും വെച്ചുകൊണ്ട് ലക്ഷ്മിയെ നോക്കി കണ്ണുരുട്ടി. ലക്ഷ്മിക്കിത് 7-ാം മാസമാണ്. അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ വിഷ്ണുവിനൊപ്പമാണ് താമസിക്കുന്നത്. വിഷ്ണുവിൻ്റെ അമ്മ മരിച്ചിട്ടിപ്പോൾ 3 മാസമായി. വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു വിഷ്ണുവിനത്. അതുകൊണ്ടാണ് ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും അവർക്കൊപ്പം വന്ന് താമസിക്കാൻ തുടങ്ങിയത്. എൻ്റെ വിഷ്ണുവേട്ടാ, ഞാനിവിടെ മിണ്ടാതെ ഒരറ്റത്ത് നിന്നോളാം. വിഷ്ണുവേട്ടൻ പോയേ. വിഷ്ണു ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. എനിക്ക് പേടിയായിട്ടാണ് മോളെ, അതുകൊണ്ടല്ലേ. പേടിക്കണ്ട, ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നോളാം. ലക്ഷ്മി നല്ല കുട്ടിയായി അടുത്തുള്ള കസേരയിലേക്കിരുന്നു. ഇന്നാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ നൂലുകെട്ട്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദൻ മുകളിലേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോൾ ഭാർഗവൻ അവനെ പിടിച്ചു നിർത്തി. എൻ്റെ പൊന്നു മോനെ, കൃത്യസമയത്തിന് അവളെ വിളിച്ചു കൊണ്ടുവരാനാണ് നിന്നെ വിടുന്നത്. നീ പോകുന്നത് അവളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം. ഇനിയും അവിടെ സമയം ചെലവഴിക്കരുത്. അച്ഛൻ അത് പറയുന്നത് കേട്ടതും അടുത്തു നിന്ന് വിഷ്ണുവും അനീഷും കൂടി നന്ദനെ നോക്കി കളിയാക്കി ചിരിച്ചു. അച്ഛൻ അവിടെ നിന്ന് നൈസായി വലിഞ്ഞു. നന്ദൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ സിമി അപ്പുവിനെയും കുഞ്ഞിനെയും ഒരുക്കി കഴിഞ്ഞു. സ്കൈ ബ്ലൂ കളർ ബ്ലൗസും സെറ്റുമുണ്ടും അണിഞ്ഞു നിൽക്കുന്ന അപ്പുവിനെ നന്ദൻ കണ്ണിമ്മ ചിമ്മാതെ നോക്കി നിന്നു. ഒന്നുകൂടി വെളുത്ത് തൊടുത്ത് തടി വെച്ചിട്ടുണ്ട് പെണ്ണ്. അമ്മയാണ് ഇപ്പോൾ അധികാരം സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേരെ ഒന്ന് കാണുവാനും പോലും സമ്മതിക്കില്ല. എൻ്റെ മാഷയെ, ആ പെങ്കൊച്ചിനെ ഇങ്ങനെ കണ്ണു വിടല്ലേ. സിമി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് താഴേക്ക് പോയി. നന്ദൻ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നു. അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. അപ്പോഴേക്കും കുഞ്ഞാപ്പ് ഓടിയെത്തി. നന്ദൻ പിടിക്കുന്നതിന് മുമ്പേ തന്നെ കുഞ്ഞാപ്പ് താഴേക്ക് ഓടിപ്പോയി. ഷോ, നശിപ്പിച്ചു. അവൻ ഇപ്പോൾ എന്നെ നാണം കെടുത്തു അപ്പു. അപ്പോഴേക്കും താഴെ നിന്നുള്ള വിളി എത്തിയിരുന്നു. നന്ദൻ അപ്പുവിൻ്റെ കയ്യും പിടിച്ച് പതിയെ താഴേക്കിറങ്ങി. ഭാർഗവൻ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു. നന്ദൻ ആകെ ചൂട് നിൽക്കുകയാണ്. ഈ സമയം കിട്ടുമ്പോഴൊക്കെ ഉമ്മിക്കാൻ നീ ആരാടാ, ഉമ്മച്ചനോ? ഇത്രയും നല്ലൊരച്ഛൻ എനിക്കും നിനക്കും മാത്രമേ കാണൂ. നന്ദൻ വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നൂലുകെട്ട് സമയമായതും കുഞ്ഞിനെ അപ്പു മടിയിലെടുത്ത് വെച്ചു. നന്ദൻ കറുത്ത ചരട് കുഞ്ഞിൻ്റെ അരയിൽ കെട്ടിക്കൊടുത്തു. സൗദാമിനി പൊന്നരഞ്ഞാണവും ഭാർഗവൻ സ്വർണ്ണ ചെയിനും ഇട്ടു. വിഷ്ണുവും ലക്ഷ്മിയും വളകൾ കയ്യിലണിയിച്ചു. സുമിയും അനീഷും കൂടി സ്വർണ്ണ തളകളും. രഘുവും രാധയും കൂടി ബ്രേസ്ലെറ്റും ചെയിനും. അപ്പുവിനടുത്തായി നന്ദനിരുന്ന് കുഞ്ഞിനെ മടിയിൽ വാങ്ങി വെച്ചു. അവൻ്റെ തൊട്ടടുത്തായി കുഞ്ഞാപ്പുവിനെ ഇരുത്തി. കുഞ്ഞിൻ്റെ ചെവിയിൽ വെറ്റില കൊണ്ട് മറച്ചു പിടിച്ച് നന്ദൻ പേര് ചൊല്ലി വിളിച്ചു. ദാക്ഷായണി നന്ദൻ. കുഞ്ഞിനെ അപ്പുവിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. കുഞ്ഞാപ്പുവിനെ നന്ദൻ എടുത്ത് മടിയിലിരുത്തി. രുദ്രാഷ് ദേവദത്ത് നന്ദൻ. എല്ലാവരുടെയും മുഖം സന്തോഷത്താൽ വിടർന്നു. സദ്യ കഴിക്കലും കളിച്ചിരിയും ഒക്കെയായി നേരം കടന്നുപോയി. അപ്പുവിൻ്റെയും കുഞ്ഞാപ്പുവിൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ക്യാമറയിൽ മിന്നിമറഞ്ഞു. അവരുടെ സന്തോഷ നിമിഷങ്ങൾ പകർത്തിയെടുത്തു. പുറത്തൊരു കാർ വന്ന് നിൽക്കുന്നത് കണ്ട് എല്ലാവരും അവിടേക്ക് നോക്കി. കാറിൽ നിന്ന് രാജശേഖരനും ദേവപ്രഭയും ഇറങ്ങി. അവരെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖം മങ്ങി. നന്ദൻ കുഞ്ഞാപ്പുവിനെ തൻ്റെ മാറോട് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ദേവപ്രഭ പതിയെ രാജശേഖരൻ്റെ കയ്യിൽ പിടിച്ച് അപ്പുവിൻ്റെയും നന്ദൻ്റെയും അടുത്തേക്കെത്തി. എല്ലാവരുടെയും മുഖം കണ്ടപ്പോൾ മനസ്സിലായി തങ്ങൾ അവിടെ ക്ഷണിക്കപ്പെടാതെ എത്തിയ അതിഥികളാണെന്ന്. ആരുടെയും സന്തോഷം കളയുന്നതിന് വേണ്ടി വന്നതല്ല. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തി. വന്ന കാലിൽ നിൽക്കാതെ അവിടെ ഇരിക്കണം, നമുക്കിരുന്ന് സംസാരിക്കാം, ഭാർഗവൻ അതിഥികളോട് സന്തോഷത്തോടെ പറഞ്ഞു. അപ്പുവും നന്ദനും കുഞ്ഞാപ്പുവും കുഞ്ഞുമൊക്കെയായിരുന്നു. പ്രഭയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞാപ്പിൽ പതിയുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നന്ദൻ്റെ ഉള്ളം പിടയ്ക്കും. അപ്പുവിൻ്റെ വിരലുകൾ നന്ദൻ്റെ കൈകളിൽ കൊരുത്തു പിടിച്ചു. ഇനി ഒരിക്കലും ഇവിടേക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. ദേവപ്രഭ കുഞ്ഞാപ്പുവിനെ അടുത്തേക്ക് വിളിച്ചു. കുഞ്ഞാപ്പ് മടിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു. മോന് ഞാൻ ആരാണെന്നറിയാമോ? കുഞ്ഞാപ്പ് ഒന്നും മിണ്ടാതെ നന്ദനെയും അപ്പുവിനെയും നോക്കി. അവരുടെ ഭ്രമം കണ്ടപ്പോൾ പ്രഭയും രാജശേഖരനും മുഖത്തോട് മുഖം നോക്കി. ഞങ്ങൾ ഒരുപാട് സമയം ഇരിക്കുന്നില്ല. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വന്നതൊന്നുമല്ല ഞങ്ങൾ. ഞങ്ങളുടെ മകൻ്റെ കുഞ്ഞാണെന്ന് അവകാശവാദവും പറയുകയുമില്ല. ഇവിടെ വരെ വന്നപ്പോൾ മോളെയും കുഞ്ഞിനെയും ഒന്ന് കാണണമെന്ന് തോന്നി. അവർ കയ്യിലിരുന്ന ഒരു കവർ നന്ദൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. നന്ദൻ അത് വാങ്ങാൻ വിസമ്മതിച്ചു. എൻ്റെ മോനെ പോലെ കരുതി സന്തോഷത്തോടു കൂടി തരുന്നതാണ്. ഇവിടെ വന്നപ്പോൾ പിടയ്ക്കുന്ന നിങ്ങളുടെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞു ഒരച്ഛൻ്റെ സ്നേഹവാത്സല്യം. അതിലും വലുതായി ഞങ്ങളുടെ കുഞ്ഞിനൊന്നും കിട്ടാനില്ല. ഇതവൻ്റെ അച്ഛൻ്റെ ഷെയറിൻ്റെ ഒരു ഭാഗമാണ്. അവനിത് കൊടുക്കാനാണ് ഞങ്ങൾ വന്നത്. ഇത് വേണ്ടെന്ന് മാത്രം പറയരുത്. മോള് സന്തോഷത്തോടു കൂടി ജീവിക്കണം. അപ്പുവിൻ്റെ തലയിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. രാജശേഖരനും പ്രഭയും അവിടെ നിന്നും ഇറങ്ങി.
ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് ഭാർഗവനും രഘുവും ആവത് പറഞ്ഞു നോക്കി. പക്ഷേ അവർ സ്നേഹപൂർവ്വം അത് വിസമ്മതിച്ചു. കാറിൽ കയറുന്നതിന് മുമ്പ് നന്ദൻ്റെ കയ്യിലിരുന്ന കുഞ്ഞാപ്പൂവിനെ വാങ്ങി അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. പ്രഭ അവനെ തിരികെ നന്ദൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. കാർ പുറത്തേക്ക് പാഞ്ഞു പോയി. ആരുടെയും ശാപവാക്കുകളൊന്നുമില്ലാതെ എൻ്റെ മക്കളുടെ ജീവിതം ഇതുപോലെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ. അവരുടെ ആ അനുഗ്രഹം മനസ്സ് നിറഞ്ഞതാണ്. ഭാർഗവൻ അത് പറയുമ്പോൾ സൗദാമിനിയും ആ പറച്ചിൽ കേട്ടു. എല്ലാവരും അത് ശരിവെച്ചു. അപ്പുവിൻ്റെയും നന്ദൻ്റെയും മക്കളുടെയും ഒന്നിച്ചുള്ള കുറേ നല്ല നിമിഷങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് ഒപ്പിയെടുത്തു. നന്ദൻ അവൻ്റെ പ്രാണനെയും പ്രണയത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നന്ദനും അപ്പുവും അവരുടെ ജീവിതവും മക്കളുമായി സന്തോഷത്തോടു കൂടി ഒരുപാട് കാലം ജീവിക്കട്ടെ. ഇനിയും നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കണ്ട. എൻ്റെ മാഷിൻ്റെ സ്വന്തം അപ്പു എന്ന കഥ ഇവിടെ തീരുകയാണ്. ഇത്രയും നാൾ കൂടെയുണ്ടായിരുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. നിറഞ്ഞ സ്നേഹത്തോടെ രുദ്രപ്രിയ.